അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനെ കാഫിർ എന്നാണ് വിളിക്കുന്നത്. ഇസ്ലാം അല്ലാത്ത എല്ലാവരും കാഫിറാണ്. കാഫിറിനെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് കൊന്നുകളഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഖുറാനിൽ നിന്ന്. ഏത് അധ്യായത്തിൽ? അങ്ങനെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച നമുക്ക് ഖുറാനെ അധികരിച്ചാണ് ഞാൻ ഖുറാൻ കൊണ്ടുവരേണ്ടത്. അങ്ങനെയുള്ള വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആരോപണമല്ല, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അന്നല്ല ഇപ്പോഴും നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഖുർആനെതിരെ അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് എന്ത് ചെയ്യുക, കൊല്ലുക എന്ന വ്യാപകമായിട്ട് പലരും പ്രചരിപ്പിക്കുന്നതാണ്. സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനം. അങ്ങനെ ഞാൻ ഒരിക്കലും നമുക്കറിയാം സിദ്ദീഖ് മിസ്ബാഹി ഉസ്താദിനോട് ഏത് ചോദ്യം ചോദിച്ചാലും ഉസ്താദിനത് മറുപടി ഉണ്ടാവും. ഉസ്താദിനോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എന്താണ് ഉസ്താദ്, അപ്പോൾ അതിന് മുമ്പ് ഞാനിത് കേൾക്കുമ്പോൾ നമ്മൾ പോയി നോക്കും, ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷൊക്കെ മൊബൈലിൽ സെർച്ച് നോക്കുമ്പോൾ പറയുന്ന അർത്ഥമൊക്കെ ശരിയാണ്, ഇത് സത്യമാണെന്നാണ് നമ്മൾ ആദ്യം കരുതുന്നത്. പിന്നീടാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഇതിൻ്റെ മുകളിലും താഴെയുമുള്ള ആയത്തുകൾ വായിച്ചു നോക്കിയാൽ ഏതൊരാൾക്ക് മനസ്സിലാവും എന്താണ് ഇത് പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് ചൊല്ലുക. അപ്പോൾ കേരളത്തിലാണെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ഹൈന്ദവരെയും ക്രൈസ്തവരെയും എവിടെ വെച്ച് കണ്ടാലും മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന രൂപത്തിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഈ സൂറത്ത് തൗബയുടെ 1-ാമത്തെ വചനം തൊട്ട് ജസ്റ്റ് ഒരു മലയാള പരിഭാഷ വായിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സത്യാവസ്ഥ. അത് ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ഇറങ്ങിയതാണ്. കരാറ് ലംഘിച്ച അന്ന് മക്കയിലുണ്ടായിരുന്ന ആ മുശ്രിക്കുകളെ കുറിച്ചാണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാവും. ഞാൻ ഉസ്താദിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഉസ്താദിന്റെ മുകളിലും ശേഷവുമുള്ള ആയത്തുകൾ എന്ത് ചെയ്തു പറഞ്ഞു തന്നു. ആ ആയത്ത് കേട്ടപ്പോൾ എന്ത് മനസ്സിലായി, ഇവർ പറയുന്ന പച്ചക്കള്ളാണ് മനസ്സിലായി. അതായത് നമ്മൾ കണ്ണുവെച്ച് വിശ്വസിച്ചല്ല, 100% ബോധ്യപ്പെട്ടത് കള്ളത്തരമാണ്.